ശ്രീ ലിൻഡോ ജോസഫ്. സർ, കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീ എൻ എ നെല്ലിക്കുന്ന് സർ, കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് ഘട്ടം ഘട്ടമായി 1600-ആയി ഉയർത്തുകയും പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം 32 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷത്തിലധികമായി ഉയർത്തുകയും ചെയ്തു. 62 ലക്ഷത്തിലധികം വരുന്നവർ ഇന്ന് കേരളത്തിൽ ക്ഷേമ പെൻഷനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും വിധം പെൻഷൻ തുക ഏകീകരിക്കുകയും മാസാമാസം വിതരണം ചെയ്യുകയും ചെയ്തു വരുന്നു. സർ, 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരിൽ 6 ലക്ഷം പേർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട്. വിധവകൾക്ക് 200 രൂപ, ഭിന്നശേഷി വിഭാഗക്കാർക്ക് 300 രൂപ, 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 എന്ന നിലയിലാണ് നാമമാത്രമായ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നത്. 6 ലക്ഷം പേർക്കുള്ള സെൻട്രൽ ഗവൺമെൻറ് എയ്ഡ് കൂടി ചേർത്ത് സംസ്ഥാന ഗവൺമെൻറ് 1600 ആക്കി 62 ലക്ഷം പേർക്ക് കൃത്യമായി വിതരണം ചെയ്തു വരികയാണ്. സർ, എന്നാൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം DBT ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖാന്തരമായി നാമമാത്രമായ തുക മാറ്റിയതോടെ കേരളത്തിലെ 62 ലക്ഷം ഗുണഭോക്താക്കളിൽ 6 ലക്ഷം പേരെ ഇത് ഗൗരവമായി ബാധിക്കുകയാണ്. പെൻഷനുകളിൽ വരുന്ന കുറവ് യഥാക്രമം 1100, 1300, 1400 എന്ന നിലയിലാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ നൽകുമെന്നാണ് പറയുന്നത് എങ്കിലും അത് വലിയ തുക കുടിശ്ശികയായി നിൽക്കുകയാണ്. ഇത് പല ആളുകളിലും വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അതേ ഗണത്തിൽ വരുന്നവർക്ക് മുഴുവൻ തുക ക്ഷേമ പെൻഷനായി ലഭ്യമാവുകയും 1600 രൂപ ലഭ്യമാവുകയും ചില ആളുകൾക്ക് അത് കുറവ് വരികയും ചെയ്യുന്നത് വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണയാണ് സമൂഹത്തിൽ പരത്തുന്നത്. എല്ലാ മേഖലയിലും കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നത് പോലെ ഈ മേഖലയിലും അവഗണന തുടരുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയായി നൽകാനുള്ള തുക അത് എത്രയാണ് എന്നതും സെൻട്രൽ ഗവൺമെൻറ് എയ്ഡ് നൽകാത്തത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നും സർ അവസാനിപ്പിക്കുകയാണ്. പഴയ നിലയിലേക്ക് ഒരാൾക്കും ക്ഷേമ പെൻഷൻ കുറവില്ലാത്ത നിലയിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. സാർ, ഇത് ആ ചോദ്യം ചോദിച്ചതുപോലെ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. സാധാരണ ഞാൻ അധികം പറയാറില്ല, എന്നാൽ ഇതൊരു വലിയ സംശയം നിൽക്കുന്നൊരു കാര്യമായിരുന്നു. സാർ, അശരണരും നിരാലംബരുമായവർക്കായി സംസ്ഥാന സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കുന്നുണ്ട്. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമനിധികളിൽ നിന്നുള്ള കുറേയേറെ വ്യക്തികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കേണ്ട പണത്തിനൊപ്പം അത് പൂർണ്ണമായും കൊടുത്ത് 1600 രൂപ എന്ന നിലയിലാണ് ഈ പെൻഷൻ അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ നാമമാത്രമായ 8,46,456 പേർക്ക് മാത്രമാണ് NSAP പദ്ധതി പ്രകാരമുള്ള 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ലഭിക്കുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ സംസ്ഥാന വിഹിതം മാത്രമുള്ള കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ എന്നിവ ഉൾപ്പെടെ 49,84,258 പേർക്ക് ക്ഷേമനിധി ബോർഡ് ഒഴികെ സംസ്ഥാന പെൻഷന് പൂർണ്ണമായി ഉള്ള വിഹിതത്തിന് അർഹതയുണ്ട്. ആയതിൻ്റെ വിശദാംശങ്ങൾ ഈ ടേബിളിനകത്ത് കൊടുക്കുന്നുണ്ട് സാർ. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വിവിധ കാറ്റഗറിയിൽ ഉള്ളത് 8,46,456 പേര് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെൻഷനുകൾക്ക് ഏതിൽ അർഹതയുള്ളൂ. അതിൽ തന്നെ സാർ 1400 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ 200 രൂപ കൊടുക്കുന്ന 200 രൂപ മാത്രമേ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ. 3,42,000 പേരുണ്ട്. അതുപോലെ 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനുണ്ട്. 1100 സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. അത് 1,16,000 പേരുണ്ട്. സാർ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷന് 1300 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. 300 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് 1,19,285 പേരാണ് സാർ കേന്ദ്രത്തിൻ്റെ ഉള്ളത്. 3,93,448 പേര് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. സാർ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷന് 1300 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. അതിനകത്ത് 13,38,809 പേർക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. 300 രൂപ വെച്ച് കൊടുക്കുന്ന 3,68,358 പേരുണ്ട്. 300 രൂപയാണ് അവിടെ കൊടുക്കുന്നത്. സാർ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷന്, കർഷക തൊഴിലാളി പെൻഷൻ ഇതൊന്നും കേന്ദ്രം കൊടുക്കുന്നതല്ല നമുക്കറിയാം. അങ്ങനെ 8,46,456 പേർക്ക് ഒന്നുകിൽ 200 രൂപ അല്ലെങ്കിൽ 300 രൂപ അല്ലെങ്കിൽ തന്നെ 500 രൂപ വരെ കൊടുക്കുന്ന പല പെൻഷനുകളുണ്ട്. സാർ, ഇതാണ് സ്ഥിതി. സാർ, എന്നാൽ ഇപ്പോൾ 2022 ഡിസംബർ വരെ കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള തുക മുഴുവൻ
ഒരുമിച്ച് സംസ്ഥാന സർക്കാർ നൽകുകയും അഡ്വാൻസായി നൽകുകയും പിന്നീട് കേന്ദ്ര സർക്കാർ റീഇംബേഴ്സ്മെൻറ്റ് രീതിയിൽ തിരികെ നൽകുകയും ചെയ്യുന്നതായിരുന്നു പതിവ്. എന്നാൽ പലപ്പോഴും ഇത്തരം തുക സമയബന്ധിതമായി തരാത്ത പ്രശ്നമുണ്ടായിരുന്നു. ഏകദേശം 600 കോടി രൂപ കുടിശ്ശിക കവിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സാർ, ആ സ്ഥിതി നിൽക്കുമ്പോൾ തന്നെ അതിനൊരു നിയമത്തിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ കേന്ദ്രം വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും നേരത്തെ നൽകാനുള്ള 121.54 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാനുണ്ട്. സാർ, 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിബന്ധന കൊണ്ടുവന്നു. ഇതിലൂടെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതാണ് നിയമം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം സമയബന്ധിതമായി പലപ്പോഴും ലഭിക്കുന്നില്ല. ഇതിനെ തുടർന്ന് കേന്ദ്രവിഹിതം ലഭിക്കേണ്ട ഗുണഭോക്താക്കളുടെ വിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തുടങ്ങി. ഇതിന് കേന്ദ്രവിഹിതത്തിന് ആനുപാതികമായ തുക കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് സംസ്ഥാനം മുൻകൂട്ടി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇത് പിന്നീട് റീഇംബേഴ്സ് ചെയ്യായിരുന്നു, അക്കൗണ്ടിൽ കൊടുക്കുന്നതന്നെ. എന്നാൽ 2023 ജനുവരി മാസം മുതൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം 1600 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സ്വന്തം ഫണ്ടിൽ നിന്നും അനുവദിക്കുമ്പോൾ കേന്ദ്ര വിഹിതമില്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതേ തുക ഒറ്റത്തവണയായി ലഭിക്കും എന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതമായ 1100 മുതൽ 1400 രൂപ വരെ കൃത്യമായി ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായി നൽകിയ കേന്ദ്ര വിഹിതമായ 200 മുതൽ 500 രൂപ വരെ പ്രത്യേകമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ മിക്കപ്പോഴും കാലതാമസം വരുന്നു. സാർ, ഇത് MLA എന്ന നിലയിൽ അങ്ങും ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മളെല്ലാം നേരിടുന്നൊരു പ്രശ്നമാണ്. സാർ, ഇത് വരാത്തപ്പോൾ അക്കൗണ്ടിനകത്ത് പലപ്പോഴും ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ള സംസ്ഥാന വിഹിതത്തോടൊപ്പം ലഭ്യമാകാത്ത സാഹചര്യം വരുമ്പോൾ പണം വിതരണം ചെയ്യുന്ന ബാങ്കുകളുടെ നേരെയും ഒക്കെ ഈ പാവപ്പെട്ട വളരെ സാധുക്കളായ ആളുകൾക്ക് സംശയം വന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. സാർ, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ ക്രെഡിറ്റ് ചെയ്യുന്നത് താമസിക്കുന്നതുകൊണ്ടാണ് ഈ 8 ലക്ഷത്തിൽ ചില്ലാനും പേർക്കാണ് 200 മുതൽ 500 വരെ ഉള്ളത്. ഈ വിഷയം നിരവധി തവണ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. പഴയ രീതി തന്നെയാണ് 8,46,486 ഗുണഭോക്താക്കളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ നിയമം അനുസരിച്ചിട്ട് നേരിട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ കാര്യം പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് ഇത് വായിക്കും.